ഞാൻ തീർത്തും നല്ല ഫണ്ണായിട്ട് വണ്ടിയോട് കാണിക്കുന്നത്. എനിക്കിതിൻ്റെ ഹാൻഡ്ലിങ് ഇഷ്ടപ്പെട്ടു. ഒരു MPV ആണ്, അല്ലെങ്കിൽ ഒരു 3 row സീറ്റിലെ വലിയ വണ്ടി, നീളം കൂടിയ വണ്ടിയാണ് ഓടിക്കുന്നത് ഫീലേ ഇല്ല. കാലോടത്തെ വണ്ടി തന്നെ പോകുന്നുണ്ട്. തിരുവുമ്പളൊക്കെ നമുക്കിങ്ങനെ ഫണ്ണായിട്ട് ഓടിക്കാനും പറ്റുന്നുണ്ട്. നമസ്കാരം. ഇത് കിയയുടെ ക്ലാവിസാണ്. ക്ലാവിസോ കണ്ടിട്ട് കാരൻസ് പോലെ ഉണ്ടല്ലോ എന്ന് തോന്നണ്ട, ഇത് കാരൻസ് ക്ലാവിസാണ്. ഓക്കെ, കിയയുടെ MPV ആയിട്ടുള്ള കാരൻസ് 2022 വന്നതാണ്. അപ്പോൾ വർഷമൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു ഫേസ് ലിഫ്റ്റ് വരാറായി. എന്നാൽ ആ ഒരു ഫേസ് ലിഫ്റ്റിൽ അവരൊരു പേര് കൂടി ആഡ് ചെയ്തു. അതെന്തുകൊണ്ടാണെന്ന് പറയാം. പിന്നെ ഇതിൻ്റെ പ്രൈസ് പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും ആ ഒരു പ്രൈസ് എവിടെ നിൽക്കുമെന്നും പറയാം. XL6 മെട്രിയും പോലുള്ള ഡിഫറൻഷിയേഷൻ ആണോ ഉദ്ദേശിക്കുന്നത് പറയാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാനുണ്ട്. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കാരൻസുമായിട്ട് കാര്യമായിട്ടുള്ള ഉടച്ചു വാർക്കലുകളില്ലെങ്കിലും രൂപത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് ആണ്, കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും. ആ കാര്യങ്ങൾ പറയാം, ടെക്നിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് പറയാം, ഇൻറ്റീരിയറിലെ മാറ്റങ്ങൾ പറയാം, വണ്ടി റോഡിലേക്ക് എടുത്ത് ഓടിക്കാം. അപ്പോൾ വരൂ, നമുക്കിന്ന് കിയ കാരൻസ് ക്ലാവിസിനെ പരിചയപ്പെടാം. ഒറ്റ നോട്ടത്തിൽ ഏറ്റവും വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുന്ന മുൻവശം തന്നെയാണ്. ഓപ്പോസിറ്റ് യുണൈറ്റഡ് ഡിസൈൻ ഫിലോസഫി എന്ന് വിളിക്കുന്ന ഇലക്ട്രിക് കാറുകളുടെ സമാനമായിട്ട് രൂപ ഭംഗിയാണ് കിയ കാരൻസ് ക്ലാവിസ് എന്നാണ് കിയ പറയുന്നത്. ഓക്കെ, ബോണറ്റ് കുറച്ച് ഉയർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ LED ബാറും ഈ കണക്റ്റഡ് ലൈറ്റുകളും കൂടാതെ ഐസ് ക്യൂബ് LED എന്ന് വിളിക്കുന്ന ഈ ഹെഡ് ലാമ്പുമാണ്. 3 വേരിയൻറ്റുകൾക്ക് അല്ലെങ്കിൽ 3 തരം വേരിയൻറ്റുകൾക്ക് 3 തരം ഹെഡ് ലാമ്പുകളാണ്. ഇത് ടോപ്പിൻ്റെ ആ ഒരു 3 പോഡുകളുള്ള ഹെഡ് ലാമ്പാണ്. നമ്മൾ ബലനിൽ കണ്ട ഹെഡ് ലാമ്പിൻ്റെ ഒരു ഭംഗിയുള്ള വൃത്തിയുള്ള രൂപം എന്ന് പറയാം. പിന്നെ ഈ ലൈറ്റും ഒന്നാണ്. നമ്മൾ സീറോസിൽ പറഞ്ഞ പോലെ തട്ടിപ്പൊട്ടിയാൽ മൊത്തം മാറ്റേണ്ടി വരും. ഇതത്ര ഡെലിക്കേറ്റായിട്ട് തോന്നുന്നില്ല, ഒരിത്തിരി കൂടി ആ ഒരു ഡ്യൂറബിൾ ആണെന്ന് തോന്നുന്നു. ഫോഗ് ലാമ്പ് ആവശ്യമില്ല. പാർക്കിംഗ് സെൻസർ ഉണ്ട്, 360 ക്യാമറ ഉണ്ട്. ഇവിടെ ഒരു അലുമിനിയം ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്, സ്കിഡ് പ്ലേറ്റ് പോലെ. ഓക്കെ, ഈ എയർഡാമിൻ്റെ ഡിസൈനും കൊള്ളാട്ടോ. അപ്പോൾ കിയ കാരൻസ് ക്ലാവിസിൻ്റെ മുൻവശം കൊള്ളാം. ഇതിന് 3 റഡാറുകളുണ്ട്, പിന്നെ 360 ക്യാമറ ഉണ്ട്. കൂടാതെ ഗ്ലാസ്സിൽ വേറെ മാറ്റങ്ങളൊന്നും പറയാനില്ല, പുതിയതായിട്ട് വന്ന ക്യാമറ മാത്രമാണ്. ആ ഒരു ക്യാമറ അഡാസ് ക്യാമറയാണ്. അപ്പോൾ റഡാറുകളും ക്യാമറകളും കൂടി ചേർന്ന് അഡാസ് ലെവൽ 2 എന്ന് പറയുന്ന ആ ഒരു അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം തീർത്തും മികച്ച ഒരു വർക്കിംഗ് കൊടുക്കാനായിട്ട് സഹായിക്കുമെന്നാണ് കിയ പറയുന്നത്. വണ്ടി ഓടിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. പിന്നെ ഇതിൻ്റെ 360 ക്യാമറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് മൊബൈൽ ആപ്പിലൂടെ ഈ വണ്ടി എവിടെയും നിർത്തിപ്പോയാൽ നമുക്ക് ആ വണ്ടി കാണാനും ആ വണ്ടിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാനും ഈ ക്യാമറകൾ സഹായിക്കുമെന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ സോണറ്റിലത് കണ്ടിട്ടുണ്ട്. സോണറ്റിൻ്റെ ആ ഒരു ഫീച്ചറുകളുടെ ഒരു സങ്കരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കൂട്ടം എന്ന് പറയുന്നത് കാരൻസിന് കൂടി കിട്ടിയെന്നാണ് കിയ കാരൻസ് ക്ലാവിസിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ അതല്ലാതെ മറ്റൊരു പ്രത്യേകത ഉണ്ട്. കിയ കാരൻസ് ഒരു MPV ആയിരുന്നെങ്കിൽ ഇത് MPVയുടെയും SUVയുടെയും ആ ഒരു സങ്കരമാണ്, അല്ലെങ്കിൽ ക്രോസ് ആണെന്നാണ് കിയ പറയുന്നത്. അതായത് സെൽട്ടോസിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വണ്ടിയാണത്രേ കിയ കാരൻസ് ക്ലാവിസ്. ആണത്രേ എന്ന് പറയാൻ കാരണമുണ്ട്. പ്രൈസ് വന്നിട്ടില്ല. പ്രൈസ് വരുമ്പോൾ നമുക്കത് കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഇടാനേ പറ്റുള്ളൂ. വീഡിയോ വരുന്നത് പ്രൈസിനേക്കാളും മുന്നേ ആയതുകൊണ്ടാണത്. എന്തായാലും പ്രൈസിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സെൽട്ടോസിന് തുല്യമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, സെൽട്ടോസിന് തുല്യമായി കഴിഞ്ഞാൽ സെൽട്ടോസിൻ്റെ ഫീച്ചേഴ്സുള്ള സെൽട്ടോസിൻ്റെ എഞ്ചിനുള്ള ഈ വണ്ടി എനിക്ക് തോന്നുന്നു തീർത്തും വർത്താണ്. കാരണം ഇതിൻ്റെ ഒരു സവിശേഷതകളേക്കാൾ കൂടുതൽ ഇതിൽ യാത്രാ സുഖം എന്ന് പറയുന്നത് ഒരിത്തിരി കൂടുതലാണ് എന്ന് തന്നെയാണ്. ഓക്കെ, SUV വാങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിൽ SUV MPVക്ക് പകരം വാങ്ങുമ്പോൾ യാത്രാസുഖം ഡ്രൈവറിലേക്ക് മാത്രം ഒതുങ്ങുമെന്നാണ് പറയാം. ശരിക്കും അങ്ങനെയാണോ? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നത് ചില SUVകൾക്ക് അങ്ങനെ ആയിരിക്കാം, ചില SUVകളുടെ തേർഡ് റോ ഉപയോഗിക്കാനും പറ്റില്ലായിരിക്കാം. പക്ഷേ 4 സീറ്റുകൾ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റേണ്ടതാണ്. ഈ വണ്ടിക്ക് അങ്ങനെയല്ല, എല്ലാ സീറ്റിലും ഒരേപോലെ കംഫർട്ട് ഉണ്ടാവുമെന്നും കിയ പറയുന്നുണ്ട്. നമുക്കത് വണ്ടി ഓടിക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു SUVയിലേക്കുള്ളൊരു യാത്ര, കാരൻസിൻ്റെ യാത്രയാണ് ക്ലാവിസിലൂടെ നടന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ക്ലാവിസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് കാരൻസ് ഇനി ഉണ്ടാവില്ലെന്ന് വെച്ചാൽ കാരൻസ് ഉണ്ട്. കാരൻസിന് ഇപ്പോൾ മാരുതിയുടെയൊക്കെ ടൂറൊക്കെ പോലെ കാരൻസിൻ്റെ ടാക്സി വേർഷൻസോ അല്ലെങ്കിൽ കാരൻസിൻ്റെ ലോവർ വേരിയൻ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞത്. പക്ഷേ ക്ലാവിസ് ബാക്കിയുള്ള എല്ലാ വേരിയൻറ്റുകളും ഏറ്റെടുക്കുകയാണ് കാരൻസ് ക്ലാവിസ്. ഈ ക്ലാവിസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ക്ലാവിസ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ കീ എന്നർത്ഥം. അതൊരു ലാറ്റിൻ വേർഡാണ്. ആ ഗോൾഡൻ കീ, ആ കീയിട്ട് ഒരു തുറക്കാൻ പോകുന്ന ഒരു വലിയ സെഗ്മെൻ്റ് ആണോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. കിയയുടെ കാരൻസിൻ്റെ ക്ലാവിസിൽ വശങ്ങളിൽ കാര്യമായിട്ട് പറയാനുള്ള മാറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു റൂഫ് റെയിൽ എന്ന് പറയുന്നത് എല്ലാ വേരിയൻറ്റും ഉണ്ട്. ഇത് ഫിക്സഡ് ആണ്. പിന്നെ താഴെ കാണുന്ന ക്ലാഡിങ്, ചുറ്റപ്പെട്ട് വരുന്ന പ്ലാസ്റ്റിക് ക്ലാഡിങ്, SUV പോലെ എന്നൊക്കെ പറയാം. എനിക്ക് എപ്പോഴും ഇത് ഇഷ്ടമാണ്. ഈ ഒരു ഡോറിൻ്റെ മുകളിലും കൂടി ഒരു ക്ലാഡിങ് കൊടുത്തേക്കുന്നത്. തുറക്കുമ്പോഴും ആ ക്ലാഡിങ് അങ്ങനെ തന്നെ നിൽക്കും. രസമാണ്. വലിയ ഡോറാണ്. ഇവിടെ
ഉരുണ്ടിരിക്കുന്ന വശങ്ങൾക്ക് മാറ്റമില്ല. പക്ഷേ മുന്നിലെ ഫെൻഡറിൽ അവർ ആ ഒരു ഹെഡ് ലാമ്പ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മാറ്റങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മാറ്റമാണ്. ആ ഉയർന്നു നിൽക്കുന്ന ബോണറ്റിൻ്റേത് കൂടി സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. എ പില്ലർ ബ്ലാക്കനാണ്, ബി പില്ലർ ബ്ലാക്കനാണ്, പക്ഷേ ഗ്ലോസി അല്ല. ഇവിടെ ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്ലോട്ടിംഗ് റൂഫും തോന്നിക്കാനായിട്ട് തീർത്തും സഹായിക്കും. പുതിയ കളറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് 360 ക്യാമറ മിററിൽ കാണാൻ ഞാൻ പറഞ്ഞു. വീലുകളെന്ന് പറയുന്നത് ലൈറ്റ് പോലെ തന്നെ 3 വകഭേദങ്ങൾക്ക് 3 തരം ലൈറ്റ് പോലെ വീലുമാണ്. അതായത് 15, 16, 17 വീലുകളുണ്ട്. ഇത് 17 വീലാണ്. ഇതിൻ്റെ അലോയ് വീൽ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. സൈറോസിലോ അല്ലെങ്കിൽ കിയ EV9 അല്ലെങ്കിൽ EV6 കണ്ട പോലെ ത്രികോണം ഉൾപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നല്ല കാര്യമാണോ അതോ ആ ഒരു ഡിസൈനാണോ നിങ്ങൾക്ക് ഇഷ്ടം? താഴെ കമൻറ്റ് ചെയ്യൂ. എനിക്ക് ഈ ഒരു അലോയ് വീൽ ഡിസൈനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതായത് ഇതിനൊരു ഇത്തിരി ചാമുണ്ട്. പിന്നെ മുന്നും പിന്നും ഡിസ്ക് ബ്രേക്കുകളാണ്, ബ്രേക്കിംഗ് ടെക്നോളജിയൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല പിന്നിലെ ആ ഒരു ഓഫ്സെറ്റ് ചെയ്ത് വെച്ച കാലിപ്പർ കുറച്ച് ഉയർത്തി വെച്ചത് എനിക്ക് തോന്നുന്നു അതൊക്കെ ഡിസൈൻ ഐഡിയകളാണ്. ഓക്കെ, അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. അപ്പോൾ 17 വീല് വന്നപ്പോൾ റൈഡ് ക്വാളിറ്റി എങ്ങനെയുണ്ട് അത് വണ്ടി ഓടിക്കുമ്പോൾ പറയാം. അപ്പോൾ സാധാരണ കാരൻസ് ക്ലാവിസ് ആയപ്പോൾ ഒരിത്തിരി പച്ചപ്പരിഷ്കാരിയായി എന്നുള്ളതാണ് ലളിതമായിട്ട് പറയാനുള്ളത്. ഓക്കെ, ക്ലാവിസ് ആണോ കാരൻസ് ആണോ കേൾക്കാൻ രസം? ഏതാണ് റൈം കറക്റ്റാവുന്നത്? കിയ ക്ലാവിസ്, കിയ കാരൻസ്, എന്തായാലും ഗോൾഡൻ കീ അത് കൊള്ളാം, സ്വർണ്ണ താക്കോൽ. കിയ കാരൻസ് ക്ലാവിസ് ആയപ്പോൾ സ്റ്റാർ മാപ്പ് LED വന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇവിടെ ഒരു മൊത്തം വണ്ടികളുടെ കാര്യമായിട്ട് കാണാം. പിന്നെ ഗ്ലാസ്സിൽ മാറ്റില്ല, വൈപ്പറിൽ മാറ്റില്ല, ഡിഫോറിൽ മാറ്റില്ല, സ്റ്റോപ്പ് ലാമ്പിൽ മാറ്റില്ല. ബമ്പറിൽ ചെറിയ ആഡ് ഓൺസ് ഉള്ള പോലെ തോന്നി. 216 ലിറ്റർ എന്ന് പറയുന്ന ബൂട്ട് അതിപ്പോഴും അങ്ങനെ തന്നെ തുടരാണ്. അതായത് ബൂട്ട് സ്പേസ് കാര്യമായിട്ട് മാറ്റങ്ങളില്ല, കാര്യമായിട്ടില്ല ബൂട്ട് സ്പേസിൽ മാറ്റങ്ങളില്ല. പിന്നെ 6-7 സീറ്റർ വേരിയൻറ്റുകളിൽ ഈ വണ്ടി കിട്ടും. എനിക്ക് തോന്നുന്നത് എൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത് 6 സീറ്ററാണ്. അതിന് കാരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ സീറ്റിംഗ് എന്ന് പറയുന്നത് പിന്നിലും ബക്കറ്റ് സീറ്റുകളാണെന്നുള്ള കാര്യം തന്നെയാണ്. യാത്ര ചെയ്യുമ്പോൾ സുഖിച്ചിരുന്ന് യാത്ര ചെയ്യാമല്ലോ, എന്തിനാണ് ഒരു സീറ്റ് എക്സ്ട്രാ? ഓക്കെ, നിങ്ങളുടെ ചോയ്സ് എന്താ? 6 ആണോ 7 ആണോ പറയൂ കേട്ടോ. ഈ സ്പോയിലർ കാണാൻ ഭംഗിയുണ്ട്, ഡിസൈൻ ലാംഗ്വേജ് കൊള്ളാം, അല്ലെങ്കിൽ ഡിസൈൻ കൊള്ളാം. ഇവിടെ ഒരു ക്യാപ്പ് പോലെ കൊടുത്തൊക്കെ നല്ലതാണ്. പിന്നെ ഡിസൈനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. കാരൻസ് എന്ന് പറയുന്ന വണ്ടി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു 2 ലക്ഷം വണ്ടികളോളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ തീരുകയാണ്. ഇപ്പോൾ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ വിളമ്പേണ്ട കാര്യമില്ല. പിന്നെ ഈ വണ്ടിയുടെ ഈ ലൈറ്റുകൾക്കുള്ളിൽ കൊടുത്ത ഇൻസെർട്ടുകളൊക്കെ നല്ലതാണ് തോന്നി. ഇതും 3 തരം ലൈറ്റുകളാണ് വേരിയൻറ്റുകളനുസരിച്ച്. അപ്പോൾ ടോപ്പിൻ്റെ വേരിയൻറ്റിന് സ്റ്റാർ മാപ്പ് LED ഉണ്ട് എന്നുള്ളതാണ്. കിയ കാരൻസ് പോലെ തന്നെ കിയ കാരൻസ് ക്ലാവിസിനും 3 എഞ്ചിനാണ്. 2 പെട്രോൾ 1 ഡീസൽ. ഈ 2 പെട്രോൾ എന്ന് പറയുന്നത് 1 ടർബോയും 1 നാച്ചുറൽ ആസ്പിറേറ്റർ, 2 1.5 ആണ്. എൻ്റെ പ്രിയപ്പെട്ട എഞ്ചിൻ ചോയ്സ് എന്ന് പറയുന്നത് ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. ഓക്കെ, അതൊരു നല്ല എഞ്ചിനാണ്. അപ്പോൾ ഇത് CID കേട്ടോ, 1.5 CID ആണ്. ഓക്കെ, ഇപ്പോൾ ടർബോ പെട്രോളിൻ്റെ കൂടെ നമുക്ക് മാനുവൽ കൂടി കിട്ടും, ഓട്ടോമാറ്റിക് മാത്രമല്ല. അപ്പോൾ എൻലൈനിൽ കണ്ട പോലെ ഒരു ഫണ്ട് നമുക്ക് ഈ ഒരു ബോഡി സ്റ്റൈലിൽ എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമുണ്ട്. 6 സ്പീഡാണ് മാനുവൽ, കൂടാതെ IMT ഓപ്ഷൻസും ഉണ്ട് എന്നാണ് കിയ പറയുന്നത്. ഇവിടെ ബമ്പർ കുറച്ച് പൊക്കി വെച്ചത് ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ബോണറ്റിലേക്ക് കുറച്ച് ഉയർന്നാണ് ഇരിക്കുന്നതെന്ന് ബോണറ്റിൻ്റെ ഉള്ളിൽ കൂടെ മനസ്സിലാവും. കാരണം കുറച്ച് താഴേക്കാണ് ഈ ഒരു പാനലൊക്കെ, അതായത് ആ ഒരു ബാറൊക്കെ. പിന്നെ ഈ 2 തട്ടുള്ള വാട്ടർ ചാനലും ഈ വൈപ്പറിൻ്റെ ആ ഒരു ഇൻസുലേഷനൊക്കെ തീർത്തും നീറ്റാണ്. ബോണറ്റിന് ഹൈഡ്രോളിക് സെറ്റില്ല, പക്ഷേ ഇൻസുലേഷൻ ഉണ്ട്. കൂടാതെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു ബോണറ്റ് കൂടെയാണ് ഇതിൻ്റെ എന്നുള്ളത് പറയാം. അതായത് ഉയർത്തുമ്പോഴേ തീർത്തും നന്നായി ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സിറോസിൽ അവർ ടർബോ പെട്രോളിൻ്റെ മാത്രവും അല്ലെങ്കിൽ ഡീസലും മാത്രമേ ഉള്ളൂ, സാധാ പെട്രോളില്ല. ഇവിടെ കാരൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫാമിലി ഓറിയൻ്റഡ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആളുകൾ 1.5 മേടിക്കുന്നതുകൊണ്ട് ആ ഒരു കാര്യം കൂടി കൊടുത്തു. അപ്പോൾ മൾട്ടിപ്പിൾ ട്രാൻസ്മിഷനും മൾട്ടിപ്പിൾ എഞ്ചിൻ ഓപ്ഷൻസ് ഉള്ള വണ്ടി കൂടിയാണ് ക്ലാവിസ്. ഓക്കെ, കാരൻസ് പോലെ തന്നെ കിയ കാരൻസിൻ്റെ ക്ലാവിസിനകത്ത് കയറി കഴിയുമ്പോൾ നമ്മൾ ഞെട്ടിക്കുക ഡാഷ്ബോർഡ് ഡിസൈനാണ്. ഇപ്പോൾ സിറോസ് കണ്ട ഡാഷ്ബോർഡ് ഡിസൈൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ, ആ ഒരു മോഡൽ ഡിസൈനാണ്. പക്ഷേ ആ ഡിസൈനിൻ്റെ ഏറ്റവും വലിയ ബ്രില്യൻസ് എന്ന് പറയുന്നത് ആ ഡാഷ്ബോർഡും ആ ഡോർ പാഡും തമ്മിലുള്ള ചേർച്ചയാണ്. അത് ചേർത്താൻ വേണ്ടി വെച്ചുള്ള എലമെൻ്റൊക്കെ തീർത്തും ഭംഗിയുണ്ട്. പിന്നെ AC വെൻറ്റുകൾ അണം മുറിയാത്ത പോലെ എന്ന് തോന്നുന്ന വിധത്തിൽ കൊടുത്തും തീർത്തും ഭംഗിയായിട്ട് തോന്നി. ഒരുപാട് കളറുകൾ ആംബിയൻ ലൈറ്റ് അത് ഉൾപ്പെടുത്താൻ കൊടുത്ത പാനലും നല്ലതാണ്. താഴേക്ക് വലിയ വ്യത്യാസങ്ങളില്ല, ഗ്ലോബോസൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ സെൻട്രൽ കൺസോളിൽ ഈ കൂളിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂളിംഗ് ചെയ്യാൻ പറ്റുന്ന കപ്പ് ഹോൾഡറുകൾ നല്ലൊരു കാര്യമായിട്ട് തോന്നി. സ്റ്റിയറിംഗ് വീല് നമ്മുടെ സീറോസിൽ നിന്ന് അതേപോലെ എടുത്ത് വെച്ചാണ്, സ്റ്റിച്ച് കുറച്ച് വലുപ്പം കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഈ വണ്ടിക്ക് പാഡ് ഷിഫ്റ്റ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കിന്, ഡ്രൈവ് മോഡുണ്ട് ഓട്ടോമാറ്റിക്കിന്. മാനുവൽ രണ്ടുമില്ല, പാഡ് ഷിഫ്റ്റിന് ആവശ്യമില്ല, ഡ്രൈവ് മോഡില്ല. ഇന്ന് ഞാൻ രാവിലെ ഷൂട്ട് തുടങ്ങിയ വണ്ടി എന്ന് പറയുന്നത് ഡീസൽ മാനുവലായിരുന്നു. അതിനകത്തില്ലാത്ത ഒരുപാട് സംഗതികൾ ഈ വണ്ടിക്കകത്താണ്. അപ്പോൾ അഡാസ് ക്യാമറ, കൂടാതെ ഇവിടെ കാണുന്ന നമ്മുടെ അഡാസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അഡാസ് ലെവൽ 2 എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് മോഡൽ മാത്രമുള്ള കാര്യമാണ്. ഇപ്പോൾ കിയയുടെ കാര്യം നമുക്കറിയാം. അപ്പോൾ നമ്മളൊരു ഫീച്ചേഴ്സ് വീഡിയോ മാത്രം ഉണ്ടാക്കിയാലും അത് 1 മണിക്കൂറോളം ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അത്ര ഉണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യപ്പെടില്ല.
ആകാശത്തോടെ വിമാനം പോകുന്ന സൗണ്ടാണ്. ഇപ്പോൾ ഈ ഒരു പനോരമിക് സൺറൂഫ് വന്നപ്പോൾ ഹെഡ് റൂമിനെ ബാധിച്ചിട്ടില്ല, അതുപോലെ AC വെന്റുകൾ എടുത്ത് കളഞ്ഞിട്ടില്ല, കുറേ ക്ലവറായിട്ടാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇരിക്കാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വണ്ടിയാണ് ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ്, അല്ലെങ്കിൽ ടോപ്പ് എൻഡാണ് കിയ കാരൻസിന് വാങ്ങേണ്ടുന്ന മോഡൽ എന്നുള്ളതാണ്. ഇപ്പോൾ ഡ്രൈവർ അസിസ്റ്റൻസിനകത്ത്, ഡ്രൈവർ കൺവീനിയൻസിനകത്ത്, ഡ്രൈവിംഗ് സേഫ്റ്റിക്കകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഒരു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതൽ പറഞ്ഞില്ല, കാരണം സെൽറ്റോസിൽ കണ്ട കാര്യമാണ്, സോണിൽ കണ്ട കാര്യമാണ്, അത് കാരൻസിലേക്ക് കൂടി വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റിയറിംഗ്, സസ്പെൻഷൻ അതാണ് ടെക്നിക്കലി മാറ്റം, എഞ്ചിന് കാര്യമായിട്ട് മാറ്റമേ ഇല്ല. പല വേരിയൻറ്റുകളിലുള്ളിൽ കയറിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയ ദിവസം നിലയ്ക്ക് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ ബേസ് മോഡലിന് അതിൻ്റെ ഒരു കാര്യമുണ്ട്. അതായത് ബേസ് മോഡൽ എന്ന് പറയുമ്പോൾ നല്ലൊരു എഞ്ചിനും ഗിയർ ബോക്സും മാത്രമുള്ള വണ്ടി എന്നുള്ള ഒരു കണക്കുണ്ട്. അതല്ല, ടോപ്പ് എൻഡ് ആകുമ്പോൾ അതിനകത്ത് ലാവിഷായിട്ടുള്ള സവിശേഷതകളുണ്ട്. അങ്ങനെ നോക്കിയാലേ ശരിക്കും കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യമുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ടോപ്പ് എൻഡും ബേസ് മോഡലും തമ്മിൽ ചിലപ്പോൾ 10 ലക്ഷം രൂപയോളം വ്യത്യാസം വന്നത്. ആ ഒരു 10 ലക്ഷം രൂപയുടെ വ്യത്യാസം നമുക്ക് തോന്നുമ്പോൾ അയ്യോ അത് കൂടുതലാണല്ലോ എന്ന് തോന്നില്ലേ. പക്ഷേ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്യും വണ്ടിക്കകത്ത് ഫീച്ചേഴ്സിൽ എന്നുള്ളതാണ്. ശരിയല്ലേ? ഇവിടെ വയർലെസ് ചാർജിങ് ഉണ്ട്, USB-A USB-C പോർട്ടുകളുണ്ട്, വലിയ 12 വോൾട്ട് പോർട്ട് കാണാം. പിന്നെ സ്വിച്ചുകളൊക്കെ കൊടുത്തേക്കുന്നത് സെയിം തന്നെയാണ്. വെന്റിലേറ്റർ സീറ്റ് ഫംഗ്ഷനുള്ള ഒരു വണ്ടി കൂടിയാണ്. ഈ വണ്ടിക്കില്ല, പക്ഷേ ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് ഉണ്ട്, ഇതിനകത്തില്ല. ഇത് ഡീസലാണ്. ഈ വണ്ടിയുടെ സീറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റാണ്. കിയ കാരൻസ് ക്ലാവിസിൻ്റെ. പക്ഷേ ഹൈറ്റ് നമ്മൾ സാധാ ലെവർ വെച്ച് തന്നെ ചെയ്യണം. ഇതിൻ്റെ രണ്ടുമില്ല, അത് രണ്ടും വേണ്ട കേട്ടോ ഞാൻ പറഞ്ഞ ഈ ഒരു വേരിയൻറ്റിൻ്റെ. പിന്നെ സീറ്റ് കളറുകൾക്ക് വ്യത്യാസമുണ്ട്, വേരിയൻറ്റുകൾക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ട്, ഇൻറ്റീരിയറിന് വേരിയൻറ്റുകൾക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ട്. 6 എയർ ബാഗുകളും ഈ വണ്ടിക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോൾ 6 എയർ ബാഗുകളും MDPS എന്ന് പറയുന്ന പവർ സ്റ്റിയറിംഗ് സിസ്റ്റവും പിന്നെ ഇതിൻ്റെ 8 സ്പീക്കർ ബോസ് സൗണ്ട് സിസ്റ്റമൊക്കെ മികച്ചതാണ്. ഇവിടെ ഗ്ലൗ ബോക്സിനകത്ത് ഉള്ള സ്പേസിനേക്കാൾ കൂടുതൽ സ്പേസ് നമുക്കിവിടെ ആംബ്രസ്റ്റിനകത്ത് കാണാം. അതായത് ആംബ്രസ്റ്റ് വലുതാണ് എന്ന് തന്നെയാണ് പറയുന്നത്. സീറ്റിലിരിക്കുമ്പോൾ എനിക്കൊരു തൈ സപ്പോർട്ട് ഇത് കുറവായിട്ട് തോന്നി, പക്ഷേ തൈ സപ്പോർട്ട് അത്യാവശ്യത്തിനുണ്ട്. അത് കാരൻസ് പോലെ തന്നെ വ്യത്യാസമില്ല. 12.25 ഇഞ്ച് ക്ലസ്റ്ററും 12.25 ഇഞ്ച് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് പുതിയതാണ്. ഇത് ആ താഴേക്ക് ഇറങ്ങിയിരിക്കുന്ന ഡാഷ്ബോർഡിലെ ആ നടുവുയരത്തെ സ്ക്രീനിൽ നിന്ന് വലിയൊരു വ്യത്യാസമാണ്, അജഗജാന്തരം എന്ന് തന്നെ പറയാം. അപ്പോൾ ബോണറ്റ് ഉയർത്തിയ പോലെ ഡാഷ്ബോർഡ് ഉയർത്തിയപ്പോൾ നമുക്കൊരിത്തിരി ഉയരം തീർത്തും ഫീൽ ചെയ്യുന്നുണ്ട്. അകത്തിരിക്കുമ്പോൾ ഒരു ഡ്യുവൽ ഡാഷ് ക്യാം കൂടി കൊടുത്തിട്ടുണ്ട്, അകത്തെ കാര്യങ്ങളും പുറത്തെ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാനായിട്ട്. പിന്നെ ഈ സ്റ്റിയറിങ്ങിന് ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കൊള്ളാം. നമ്മൾ സീറോസിൽ കണ്ട് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇവിടെ ഒരു പാനൽ കൊടുത്തത് മൾട്ടിപ്പിൾ പാനലാണ്. നമുക്കത് AC പാനലായിട്ടും സ്റ്റീരിയോയുടെ പാനലായിട്ടും മാറ്റാം. അങ്ങനെ മാറ്റുമ്പോൾ സർക്കുലർ ബട്ടണുകൾ വോളിയവും അതുപോലെ ട്യൂണിങ്ങുമായിട്ട് മാറുന്നുണ്ട്. സിംഗിൾ AC ആണ്, സിംഗിൾ സോൺ AC ആണ്. പക്ഷേ AC അത്യാവശ്യം നല്ല ചില്ലിങ് ആയിട്ടുള്ള AC ആണെന്നുള്ളതാണ്. ഈ പാനൽ ഒരിത്തിരി മാറ്റ് ഫിനിഷാണ്, യൂസ് ചെയ്യാൻ നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഓട്ടോ ക്ലൈമട്രോണിക് AC ഉള്ള ഈ വണ്ടിയുടെ ഈ പാനൽ ഒരു കീ ഫീച്ചറായിട്ട് പറയാം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലുള്ളത് കിയ കാരൻസിൻ്റെ ക്ലാവിസിനകത്തുള്ളത് സ്റ്റോറേജ് സ്പേസാണ്. ക്ലാവിസിനകത്ത് ആംറസ്റ്റിൻ്റെ അടി കൊടുത്ത ആ ഒരു ചെറിയ ഭാഗമൊക്കെ നല്ലതാണ്. അംബ്രല ഹോൾഡർ, കപ്പ് ഹോൾഡർ, ബോട്ടിൽ ഹോൾഡർ ഒക്കെ ഒരുപാട് സ്പേസ് ഉണ്ട്, ഒരുപാട് സ്റ്റോറേജ് സ്പേസുള്ള വണ്ടിയാണ്. ഇവിടെ കുറച്ച് ചീപ്പോട്ട് ചെയ്ത് എനിക്ക് ഈ ഒരു സൺവൈസറിൽ മാത്രമേ തോന്നുന്നത്. അതായത് ഇവിടെ ടിക്കറ്റ് ഹോൾഡറാണുള്ളത്, അവിടെ ഒരു മിറർ മാത്രമേ ഉള്ളൂ, അതിന് അടപ്പോ അല്ലെങ്കിൽ ലൈറ്റോ ഒന്നും തന്നെ ഇല്ല. ഓട്ടോ ഡെമ്മിങ്ങുള്ള മിറർ ഉണ്ട്, അവിടെ ബട്ടൺസ് കാണാം, SOS അല്ലെങ്കിൽ കിയ കണക്റ്റിൻ്റെ ഒക്കെ ബട്ടൺസ് കാണാം. പിന്നെ ഇവിടെ കൊടുത്ത കിയ കാരൻസ് ക്ലാവിസിൻ്റെ പടത്തിൽ കൊടുത്ത സീറ്റ് ബെൽറ്റിൻ്റെ വാണിങ്ങൾ നല്ലതാണ്. പിന്നെ ഇവിടെ ഈ ഒരു സൺഗ്ലാസ് ഹോൾഡറും ഉണ്ട്. എനിക്കിതിൻ്റെ ക്ലസ്റ്റർ ഇഷ്ടപ്പെട്ടു പറയാൻ വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല, കാരണം ഇതിന് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ പോലുള്ള കാര്യങ്ങൾ ഉണ്ട്. സെൽറ്റോസിൽ കണ്ട അതേ ആ ഒരു ക്ലസ്റ്റർ തന്നെയാണ്, മൾട്ടിപ്പിൾ ഡിസൈൻ ലാംഗ്വേജുള്ള ക്ലസ്റ്ററാണ്. ഇത് പലതരത്തിൽ രൂപമാറ്റം വരുത്താൻ പറ്റും. നടുവ് കൂടെ നമുക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ADAS ഫംഗ്ഷനാലിറ്റിയും അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ട്രിപ്പ് മീറ്ററും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. നാവിഗേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നാവിഗേഷൻ്റെ പോലെ കോമ്പസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഫർമേഷനിൽ TPMS പോലെ, അതായത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ADAS ലെവൽ 2 വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീനിലാണ് കാണാം. ഈ സ്ക്രീൻ എന്ന് പറയുന്നത് 12.25 ഇഞ്ച് തന്നെയാണ്. ഓക്കെ, സെൽറ്റോസ് കണ്ട സ്ക്രീൻ തന്നെയാണ്. തീർത്തും ഭംഗിയുള്ള സ്ക്രീനാണ്, തീർത്തും റെസ്പോൺസീവാണ്, തീർത്തും ഇൻറ്റ്യൂറ്റീവാണ്. ഇതിനകത്ത് ഫീച്ചേഴ്സായിട്ട് പറയാനുള്ളത് ഇപ്പോൾ വോയിസ് റെക്കഗ്നേഷൻ, ഹിന്ദി കൂടി ഉണ്ട്, അങ്ങനെ കാര്യങ്ങൾ പറയാം. ഡിസ്പ്ലേ കൊള്ളാം. ഈ ഒരു ഫാൻസി ആയിട്ടുള്ള UI നല്ലതാണ്. വെഹിക്കിൾ സെറ്റിംഗ്സിനകത്ത് നമുക്ക് ADAS ലെവൽ കാര്യങ്ങൾ കാണാം. ഡ്രൈവർ അസിസ്റ്റൻസിൻ്റെ ഫീച്ചേഴ്സിൽ, അതായത് ഡ്രൈവിംഗ് സേഫ്റ്റി എന്തൊക്കെയുള്ളത്, ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ പാർക്കിംഗ് സേഫ്റ്റി, സറൗണ്ട് വ്യൂ മോണിറ്റർ, പാർക്കിംഗ് ഡിസ്റ്റൻസ് വാണിംഗ്, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് തീർത്തും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം കിയ ഈ ഒരു വണ്ടിക്കകത്ത് കൊടുത്തു എന്നുള്ളത് മികച്ച ഒരു കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റിയറിംഗ് മാറി, സസ്പെൻഷൻ മാറി, വീല് മാറി, ഒക്കെ ഇതൊക്കെ മാറുമ്പോഴും ഇതൊക്കെ ADASന് കൂടി വേണ്ടിയാണ്. അപ്പോൾ ADASന് വേണ്ടിയാണ് പവർ സ്റ്റിയറിംഗ് തന്നെ മാറ്റിയത്. കാരണം ലൈൻ കീപ്പ് അസിസ്റ്റ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ സ്റ്റിയറിംഗിന് ഇഷ്ടംപോലെ പോകണം. പിന്നെ ഇതിനകത്ത് ഏറ്റവും മികച്ചൊരു കാര്യമായിട്ട് തോന്നിയത് ആ ക്രൂസ് കൺട്രോളാണ്. സ്മാർട്ട് ക്രൂസ് കൺട്രോളാണ്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ, എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫീച്ചറാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ തീർത്തും മികച്ച ഒരു സ്ക്രീനും തീർത്തും മികച്ച ഒരു ക്ലസ്റ്ററും കിട്ടിയപ്പോൾ വണ്ടി ഒന്നുകൂടി ഹൈടെക് ആയ പോലൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഭംഗി എന്താ എവിടെ നിന്നറിയോ, അത് ഡാഷ്ബോർഡിലാണ്. ഡാഷ്ബോർഡ് മാറിയപ്പോൾ കാരൻസ് മാറിയപ്പോൾ ക്ലാവിസായി. ഓക്കെ, കിയ കാരൻസ് പോലെ തന്നെയാണ് ക്ലാവിസും. 6-7 സീറ്റ് വേരിയൻ്റ് ഉണ്ട്.
ഇവിടെ നമുക്ക് ആ ഒരു ട്രേ ഉണ്ട്. ട്രേയുടെ മുകളിൽ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, അല്ലെങ്കിൽ കപ്പ് ഹോൾഡർ ഉണ്ട്. ഇവിടെ പ്യൂരിഫയർ ഉണ്ട്, AC വെൻ ഉണ്ട്, കൺട്രോൾസ് ഉണ്ട്, താഴെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, സീ പോട്ടുകളുണ്ട്, 7 സീറ്റിന് ആംറസ്റ്റ് ഉണ്ട്, 3 പ്രോപ്പർ സീറ്റ് ബെൽറ്റുകളുണ്ട്. അപ്പോൾ ഇത് 6 സീറ്ററാണ്. പിന്നെ ഒരു ബോസ് മോഡ് എന്ന് പറയുന്ന, ബോസ് മോഡ് എന്നല്ല, ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ആ ഒരു സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ബോസ് മോഡ്. നമ്മൾ ടയോട്ട വിളിക്കും. ഇതിനകത്ത് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. അത് കൊടുത്തിട്ടുണ്ട്. അത് മാനുവലാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതായത് ഇലക്ട്രിക്കും മാനുവലും കൂടി മിക്സാണ്. കംപ്ലീറ്റ് ഇലക്ട്രിക്കും അല്ല, കംപ്ലീറ്റ് മാനുവലും അല്ല. അതുപോലെ ഈ സീറ്റിന് ആ സ്വിച്ചില്ല, ഞെക്കാള സീറ്റില്ല, അല്ലെങ്കിൽ ഞെക്കിയാൽ മടങ്ങുന്ന ആ ഒരു സ്വിച്ചില്ല ഇലക്ട്രിക്കലി. ഇതിനകത്തുണ്ട്. ഈ 2 വണ്ടിയുടെയും ഇടതുവശത്തെ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി ടംബിൾ ചെയ്യാൻ പറ്റും. അതായത് വളരെ ഈസി ആയിട്ട് നമുക്ക് മടക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് തീർത്തും നീറ്റായിട്ടുള്ള കാര്യമായിട്ട് തോന്നി. പിന്നെ തേർഡ് റോയിൽ അത്യാവശ്യം ഇരിക്കാവുന്ന സ്ഥലമുള്ളൊരു വണ്ടി കൂടെയാണ് കാരൻസ്. ഇപ്പോൾ ക്ലാവിസ് അങ്ങനെ തന്നെയാണ്. അതായത് 3 റോയിലെ സീറ്റുകൾ ഇരുന്ന് നന്നായി യാത്ര ചെയ്യാം. പനോരമിക് സൺറൂഫ് വന്നപ്പോൾ AC വെൻ്റ് വശങ്ങളിലേക്ക് മാറി. പക്ഷേ ഇത് സെൻറ്ററിൽ തന്നെയാണ്, അത് വട്ടത്തിൽ തന്നെയാണ്. ലൈറ്റ് ഉണ്ട്, കോട്ട് ഹൂക്ക് ഉണ്ട്, ആ ഒരു ഗ്രാബ് ഹാൻഡിൽ ഉണ്ട്. പിന്നിലാണെങ്കിൽ സീ പോട്ട് കാണാം, 3 റോയിലും കപ്പ് ഹോൾഡറുണ്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അവിടെ ഉണ്ട്. നമുക്കത് മടച്ചിട്ട് വലിയ ബൂട്ടായിട്ട് യൂസ് ചെയ്യാം. ആ ക്വാർട്ടർ ഗ്ലാസ്സിലുകൊണ്ട് തീർത്തും നീറ്റായിട്ടുള്ള വളരെയധികം ഏരിയ ആയിട്ടുള്ള ഫീലാണ്. ഇത് ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ തീർത്തും ഏരിയ ആയിട്ടുള്ള ഫീൽ ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ടോട്ടലി മൊത്തത്തിൽ ഒരു ഇരിക്കാൻ ഉതകുന്ന, യാത്ര ഉതകുന്ന വണ്ടി തന്നെയാണ് കാരൻസ്. അത് ക്ലാവിസ് ആയപ്പോഴും അങ്ങനെ തന്നെയാണ്, മാറ്റങ്ങളില്ല. ഇവിടെ നമുക്കൊരു സൺ ഷെയ്ഡ് ഉണ്ട്, അത് തീർത്തും യൂസ്ഫുള്ളാണ്. പിന്നെ മുന്നിലെ ആംറസ്റ്റിൽ കണ്ട അതേ ക്ലവറായിട്ടുള്ള ഹിഡൻ സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ പിന്നിലും കാണാം. താഴെ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, ഇതിനൊരു സ്പീക്കറുണ്ട്. എല്ലാ വിൻഡോയും ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇപ്പോൾ. അതുപോലെ റിമോട്ട് ഞെക്കി പിടിച്ചാൽ നമുക്ക് 4 ഗ്ലാസ്സുകളും താത്താനും പൊക്കാനും പറ്റും. ഓക്കെ, സീറോസിലുണ്ടായിരുന്ന സംഗതി തന്നെ. കൂടുതലൊന്നും പറയാനില്ല. ലെഗ് റൂം ഉണ്ട്, ഹെഡ് റൂം ഉണ്ട്, തൈ സപ്പോർട്ട് ഉണ്ട്, നീ റൂം ഉണ്ട്. ഓക്കെ, എല്ലാം തികഞ്ഞൊരു വണ്ടി എന്നല്ല പറയുന്നത്. പക്ഷേ തേർഡ് റോ ഉള്ള മികച്ച വണ്ടികളിലൊന്ന് കാരൻസ് ആണെന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ തുടരാണ് കേട്ടോ. ഇത് ബാക്ക് ആൻഡ് ഫോർത്ത് അഡ്ജസ്റ്റ്മെൻറ്റിലുകൊണ്ടും കയറാൻ ഇറങ്ങാൻ എളുപ്പമായതുകൊണ്ടും ഓക്കെ ഈ വണ്ടി തീർത്തും ഒരു കാറ് പോലെ യൂസ് ചെയ്യാവുന്ന ഒരു MPV ആയിരുന്നു. ഇപ്പോൾ SUV പോലെ യൂസ് ചെയ്യാവുന്ന ഒരു MPV ആയി എന്നാണ് കിയ പറയുന്നത്. ബാക്കി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ക്ലാവിസിൻ്റെ എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനോ അല്ലെങ്കിൽ ഗിയർ ബോക്സോ ഒന്നുമല്ല. കാരണം അതിലൊന്നും മാറ്റങ്ങളില്ല. മാറ്റം എന്ന് പറയുന്നത് ടർബോ പെട്രോളിൽ ഒരു മാനുവൽ മോഡൽ വന്നു എന്നുള്ളതാണ്. 6 സ്പീഡ് മാനുവൽ. ഓക്കെ, 6 സ്പീഡ് മാനുവൽ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഫണ്ണായിട്ട് ഓടിക്കാം. N-ലൈൻ ഓടിച്ചിട്ട് ആൾക്കാർക്ക് അറിയാം എന്തുമാത്രം ഫണ്ണാണ് ഇതിൻ്റെ മാനുവൽ എന്നുള്ളത്. ഓക്കെ, പിന്നെ ഈ വണ്ടിക്കകത്ത് വന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ADAS ലെവൽ 2 ആണ്. അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം ലെവൽ 2. ആ ലെവൽ 2 വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റിയറിംഗ് മാറ്റി എന്നുള്ളതാണ്. MDPS എന്ന് വെച്ചാൽ മോട്ടോർ ഡ്രൈവൺ പവർ സ്റ്റിയറിംഗ് എന്നുള്ള ആ ഒരു സ്റ്റിയറിംഗ് സിസ്റ്റം കൊണ്ടുവന്നുള്ള വേറെ ഒന്നല്ല. ഇപ്പോൾ ലൈൻ കീപ്പ് അസിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ വണ്ടിനെ ഒന്ന് നേരെയാക്കണം, വണ്ടി എങ്ങോട്ടും മൂവ് നേരെയാക്കാനായിട്ട് വണ്ടിയുടെ ഒരു സ്റ്റിയറിംഗിന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു മോട്ടോർ കൂടിയേ പറ്റൂ. അതൊരു വലിയ കാര്യമില്ല. ADAS ലെവൽ 2 ഉള്ള എല്ലാ വണ്ടിക്കകത്തും മിക്കവാറും ഈ ഒരു സംഗതി തന്നെ ആയിരിക്കും. അത് ഇതിനകത്തേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തു. സസ്പെൻഷൻ ഒന്ന് സ്റ്റിഫാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്റ്റിഫാക്കല്ല, ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ട് സസ്പെൻഷനിൽ. അങ്ങനെ പറയുമ്പോൾ സസ്പെൻഷൻ വർക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ 17 ഇഞ്ച് വീൽസ് ഉണ്ട് ഇപ്പോൾ വണ്ടിക്ക്. ആ 17 ഇഞ്ച് വീൽസിൻ്റെ കാര്യങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഞാൻ കരുതുന്നത്. അതുകൊണ്ടുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒത്തിരി സ്റ്റിഫായിട്ട് വണ്ടി ഫീൽ ചെയ്യും. ഇപ്പോൾ ഹാൻഡ്ലിങ്ങിൽ നല്ല മികവുണ്ട്, തിരിവും വളമൊക്കെ നമുക്ക് പൊളിച്ചെടുത്ത് ഓടിച്ചു പോകാറുണ്ട്. എന്നാലും ആ സ്റ്റിഫ്നെസ് യാത്ര ചെയ്യുമ്പോൾ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം 55 ആ ടയറിൻ്റെ പ്രൊഫൈൽ. അതായത് 17 ഇഞ്ചാണ്. 215 55 R17 കുറഞ്ഞ വേരിയൻറ്റുകളിൽ 16ഉം പിന്നെയും കുറഞ്ഞ വേരിയൻറ്റിൽ 15ഉം. അപ്പോൾ ടയറുകൾ, വീലുകളുടെ കാര്യമാണ് ഒക്കെ മാറി. നമുക്ക് ബോണറ്റ് കണ്ടുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഐ ലെവലിലാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ്. മറ്റു വണ്ടിയിൽ, അതായത് കാരൻസിനകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളെടുത്ത് താഴെ ഇരുന്നുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. നമ്മുടെ കുറച്ച് മുകളിലായിട്ടാണ് ആ ഒരു ഡാഷ്ബോർഡ് നിൽക്കുക. ഇപ്പോൾ ഫോക്സ് വാഗൺ വണ്ടികളിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പക്ഷേ അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. ഇതിനകത്താകുമ്പോൾ നമ്മുടെ ഐ ലെവലിൽ ഡാഷ്ബോർഡ് നിൽക്കുന്നു, നമ്മളെല്ലാം കണ്ടുകൊണ്ട് വണ്ടി ഓടിക്കുന്നു. അതായത് ഒരിത്തിരി കൂടി വിസിബിലിറ്റിയുടെ ഫാക്ടർ കൂടിയിട്ടുണ്ട് ക്ലാവിസിലെന്ന് തോന്നി. മൈന്യൂട്ടാണ് എന്നാലും. പിന്നെ ഇതിൻ്റെ മെയിൻ ഗുണമെന്ന് പറയുന്നത് ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓട്ടോ ബ്രേക്കിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ശരിക്കും നല്ല കാര്യമാണ്. സ്റ്റിയറിംഗ് ഡീകട്ട് സ്റ്റിയറിംഗ് ആണ്. ഇത് പിടിക്കാൻ ഓക്കെ, ഹോൾഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ സ്റ്റിച്ചുകൾ നമ്മുടെ കയ്യിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് സ്റ്റിച്ചുകൾ നമ്മുടെ കയ്യിൽ അറിയുന്നുണ്ട്. അത് ഗുണമാണോ ദോഷമാണോ നിങ്ങൾ കമൻറ്റുകളിൽ. എനിക്കത് വലിയ ഗുണമായിട്ടൊന്നും തോന്നിയില്ല. ഒരിത്തിരി സെൻറ്ററിലൊരു ഫീലില്ലാത്ത പോലെ ഒരു സംഭവമാണ്. അതായത് നമ്മളൊന്നിങ്ങനെ അനക്കിയാലും വണ്ടി അറിയാത്തൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം തോന്നിയത് ഇതിൻ്റെ സ്റ്റിയറിംഗ് കുറച്ച് ലൈറ്റാണ്. ഇത്തിരി ഒരു എന്തൂസിയാസ്റ്റിക്കായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും വെയിറ്റ് വയ്ക്കാത്തതുകൊണ്ട്. പക്ഷേ ഒരു പ്രീമിയം ലുക്ക് വണ്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ സിറോസിൻ്റെ സ്റ്റിയറിംഗ് വീലാണിത്, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ പാഡൽ ഷിഫ്റ്റർ ഉണ്ട്. പാഡൽ ഷിഫ്റ്റർ എന്ന് പറയുമ്പോൾ അത് DCT 7 സ്പീഡാണ്. അങ്ങനെ പറയുമ്പോൾ IMT ഉണ്ട്.
മാനുവൽ 6 സ്പീഡാണ്, ഡീസൽ ഓട്ടോമാറ്റിക് 6 സ്പീഡാണ്, ഇത് 7 സ്പീഡാണ് ഈ DCT എന്നുള്ളതാണ്. ഇപ്പോൾ എഞ്ചിൻ്റെ നോട്ട് അകത്തേക്ക് വരുന്നുണ്ടോ? അപ്പം നമ്മൾ മാനുവൽ ഷിഫ്റ്റ് ചെയ്തിട്ട് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും, പക്ഷേ ശരിക്കും NVH ലെവൽ വേറെ ലെവൽ NVH ലെവൽ കേട്ടോ. അതായത് ഇതിൻ്റെ NVH എന്ന് പറയുന്നത് മികച്ച NVH ആണ്. അത് 2-3 ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഇതിൻ്റെ AC ഒക്കെ നമ്മൾ ചെറിയ സ്പീഡിലിട്ടാണ് ഓടിക്കുന്നതെങ്കിൽ നമുക്ക് സൗണ്ടൊന്നും കേൾക്കില്ല, പക്ഷേ എയർ പ്യൂരിഫയർ വർക്ക് ചെയ്യുന്ന സൗണ്ട് ഒരു അകത്ത് കേൾക്കും. എഞ്ചിൻ്റെ നോട്ട് അത്രയും സൈലൻ്റ് ആണ്, സട്ടിലാണ്. അത് നല്ല ഗുണമാണ് കേട്ടോ കീയുടെ വണ്ടികളുടെ ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ ഡീസലാണെങ്കിൽ നമ്മൾ ഹൈ RPM ഓടിക്കുമ്പോൾ മാത്രമേ അത് നമുക്കങ്ങനെ വിസിബിളായിട്ട് കേൾക്കുള്ളൂ, അതല്ലെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആണ്. അപ്പോൾ NVH ലെവൽ ഒന്നുകൂടി മികച്ചതാക്കിയിട്ട് ഓക്കെ. ബോഡിയിലും വ്യത്യാസങ്ങളില്ല, അതായത് പ്ലാറ്റ്ഫോം മാറിയിട്ടില്ല, അതിൻ്റെ ഷാസി മാറിയിട്ടില്ല. അതുകൊണ്ട് ഹാൻഡ്ലിങ്ങും മികവും കാര്യങ്ങളൊക്കെ സസ്പെൻഷൻ്റെ ട്യൂണിങ്ങിനെയും അല്ലെങ്കിൽ ആ സ്റ്റിയറിങ്ങിൻ്റെ പ്രസൈസ്നെസ്സിനെയൊക്കെ മാത്രമാണ് നമ്മൾ പ്രശംസിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ബാക്കിയൊന്നും പറയാനില്ല. അപ്പോൾ ക്ലാവിസ് ആയി എന്ന് പറയുമ്പോഴും കാരൻസ് മാറി ക്ലാവിസ് ആയതല്ല, കാരൻസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തതാണ്. അതായത് കാരൻസിന് ഒത്തിരി കൂടി ഫാൻസി ആക്കി ക്ലാവിസ് ആക്കി എന്നാണ്. ഒരു വാല് കിട്ടിയപ്പോൾ വാലിനനുസരിച്ചുള്ള സംവിധാനങ്ങളും കൂടി വണ്ടിക്ക് കിട്ടിയെന്നുള്ളത്. എനിക്ക് ബ്രേക്കിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുപോലെ അതിൻ്റെ സ്റ്റിയറിംഗ് നല്ല ഇഷ്ടപ്പെട്ടു, സസ്പെൻഷൻ ഓക്കെ, പിന്നെ ഹാൻഡ്ലിങ് നല്ല മികച്ച ഹാൻഡ്ലിംഗ് ആണ്. ഇത് മൈലേജും ഉണ്ട്. ഇപ്പോൾ ഇത് ടർബോ പെട്രോളാണ്, ഇപ്പോൾ സിംഗിൾ ഡിജിറ്റ് അല്ല, ഡ്യുവൽ ഡിജിറ്റ് തന്നെയാണ്. അതായത് 11 ഒക്കെ കാണിച്ചത് മൈലേജ്. ചവിട്ട് ഓടിക്കുമ്പോഴല്ല, മാനുവൽ ഓടിക്കുമ്പോൾ. ഡ്രൈവ് മോഡ് ഉണ്ട്, ഓക്കെ. സ്പോർട്സ് മോഡിലാണ് ഇതിൻ്റെ ഏറ്റവും ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ DCT എന്ന് പറയുന്നത് ചില സമയത്ത് ഒരിത്തിരി ഹെസിറ്റേറ്ററാണ്. എന്ന് വെച്ചാൽ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. സെക്കൻഡിൽ കിടക്കുമ്പോൾ ഫസ്റ്റിലേക്ക് ഇടാൻ വേണ്ടി കൊടുക്കുമ്പോൾ സ്പീഡിൻ്റെ കാര്യങ്ങൾ, അതായത് സെക്കൻഡും ഫസ്റ്റും തേർഡും തമ്മിലൊരു ചെറിയ ഹെസിറ്റേഷൻ ഈ ഗിയർ ബോക്സിനുണ്ട്. അത് DCTയുടെ സ്വഭാവമാണ്, പ്രത്യേകിച്ച് ഹുണ്ടായുടെ DCTക്ക് ഉള്ളതാണ്, അല്ലെങ്കിൽ കിയയുടെ DCTക്ക് ഉള്ളതാണ്. അത് നമുക്ക് ഇവിടെയും കാണാം. പക്ഷേ മാനുവൽ ഓടിക്കാൻ കുറച്ചും കൂടി ഫണ്ണാട്ടോ. ലൈറ്റാണ് ക്ലച്ച്, അതുപോലെ ഷിഫ്റ്റിംഗ് പ്രസൈസാണ്, ക്ലിക്ക് ഫീലുള്ള ഷിഫ്റ്റ് അല്ല, പക്ഷേ നമുക്ക് ക്ലീനായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഷിഫ്റ്ററാണ് 6 സ്പീഡ് ഗിയറിൽ. അതുപോലെ റിവേഴ്സ് മുകളിലേക്ക് ആക്കിയിട്ട് അങ്ങോട്ട് ഇടണം, അതും ഒരു കോളർ റിവേഴ്സാണ്. ഓക്കെ, എനിക്ക് മാനുവലാണ് കുറച്ചും കൂടി ഇതിൻ്റെ പ്രിഫറൻസ് ഉള്ളത്. അത് ഡീസലാണെങ്കിൽ ഓട്ടോമാറ്റിക് കുഴപ്പമില്ല, ടോർക്ക് കൺവേർട്ടറായിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളുണ്ട്. പക്ഷേ പെട്രോളിന് കുറച്ചും കൂടി നല്ലതാക്കി തോന്നുന്നത് ഈ ഒരു DCTയേക്കാൾ നല്ലത് മാനുവൽ ടർബോ ആണ് എന്നുള്ളതാണ്. ഫോർ ഫൺ, പിന്നെ റിലാക്സ് ചെയ്ത് ഓടിക്കാനാണെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക് മേടിച്ചാൽ മൈലേജും ഉണ്ട്, പവറും ഉണ്ട്, അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും സ്പോർട്ടി ആയിട്ട് ഓടിക്കാനുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് ടർബോ മാനുവലും, പിന്നെ സ്പോർട്ടി ആവണം എന്നാൽ ഒരിത്തിരി മടിയും ഉണ്ടെങ്കിൽ മാത്രം ഓട്ടോമാറ്റിക്കലി പോകാന്നുള്ളൂ. ഓക്കെ, ഒരു കാരണവശാലും 7 സ്പീഡ് DCT അത്രയും ക്വിക്കല്ല മാനുവൽ. നമുക്ക് അത്രയും ക്ലിക്കായിട്ട് അല്ലെങ്കിൽ ക്വിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റൂല. എന്നാലും നമുക്കൊരു ഫൺ ഫാക്ടർ ഉണ്ടല്ലോ, കാലൊക്കെ കൊടുത്ത് എടുത്ത് പോകുമ്പോൾ, ഒന്ന് വീൽ സ്പിന്നൊക്കെ ചെയ്ത് എടുത്ത് പോകുമ്പോൾ ആ ഒരു ഫീലൊക്കെ കിട്ടണമെങ്കിൽ മാനുവലാണ് നല്ലത്. DCT നല്ലതാണ്, പ്രശ്നമൊന്നുമില്ല. സ്റ്റിൽ എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ടർബോ പെട്രോൾ ആണെങ്കിൽ മാനുവലും, ഡീസലാണെങ്കിൽ ടോർക്ക് കൺവേർട്ടറുമാണ് എന്നാണ്. XL60 എട്ടിയും പോലെ അല്ല, കാരണം XL60 എട്ടേക്കും ഫീച്ചേഴ്സിന് കുറവാണ്. പക്ഷേ ഇതിന് ഫീച്ചേഴ്സിൻ്റെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സാണ്. എന്ത് ഫീച്ചർ എടുത്ത് നോക്കിയാലും അത് വണ്ടിക്കകത്തുണ്ട് എന്നുള്ളതാണ്. അതൊരു ഗുണം തന്നെയാണ്. 360 ക്യാമറ ക്വാളിറ്റി കൊള്ളാം, പിന്നെ ടോട്ടൽ റെസ്പോൺസും അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ ഒരു വണ്ടി വാങ്ങാൻ നോക്കുന്ന ആൾക്കാർക്ക് ഒരു MPV വേണം, എന്നാൽ SUV കൈൻഡ് ഓഫ് MPV ആണ് വേണ്ടത്. SUV വാങ്ങിയ ഡ്രൈവർക്ക് മാത്രം, MPV വാങ്ങിയ എല്ലാവർക്കും കൂടെയാണ്. അപ്പോൾ SUV MPV ക്രോസ് ഓവർ എന്ന് പറയുമ്പോൾ അതായത് എല്ലാവർക്കും ഒരേപോലെ യാത്ര ചെയ്യാൻ പറ്റിയൊരു വണ്ടി, എന്നാൽ അത്യാവശ്യം പെർഫോമൻസുള്ള വണ്ടി എന്ന നിലയ്ക്കാണെങ്കിൽ ഈ വണ്ടി നിങ്ങൾ വാങ്ങിച്ചോളൂ. ഇതിൻ്റെ പ്രൈസ് വരട്ടെ, ഞാൻ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി. ഞാൻ തീർത്തും നല്ല ഫണ്ണായിട്ട് വണ്ടിയോട് കാണിക്കുന്നത്. എനിക്കിതിൻ്റെ ഹാൻഡ്ലിങ് ഇഷ്ടപ്പെട്ടു. ഒരു MPV ആണ്, അല്ലെങ്കിൽ ഒരു 3 റോ സീറ്റിലെ വലിയ വണ്ടി, നീളം കൂടിയ വണ്ടിയാണ് ഓടിക്കുന്നത്, ഫീലേ ഇല്ല. കാലോടത്തെ വണ്ടി തന്നെ പോകുന്നുണ്ട്, തിരുവുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ഫണ്ണായിട്ട് ഓടിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി. നിങ്ങൾ ഒരു കാര്യം പറയണത് ഏതാ റോഡെന്ന് മനസ്സിലായെന്ന് കമൻറ്റ് ചെയ്യണേ. ഹിൻ്റ് ഉണ്ട്, നമ്മ ഒരു ബാംഗ്ലൂരു. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.